എന്നാലും നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോ? ഒരു 10,000 രൂപ അവിടെ കൊടുക്കണം, താന്ന് വേണ്ടി ഞാൻ എത്രയാ നിന്റെ പുറകെ നടക്കുന്നത്? നീ എന്ത് കളിയായി കളിപ്പിക്കുന്നത്? നിനക്കത് തന്നൂടെ? അമ്മ എന്തമ്മീ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച 10,000 രൂപ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പൈസ തന്നത്. ഇനി ഈ ആഴ്ചയും 10,000 വേണമെന്ന് പറഞ്ഞാല് ഞാൻ എവിടെ നിർത്തി തരാനാ? അത് നീ എന്റെ ആവശ്യത്തിന് വേണ്ടി തന്നതല്ലേ? ഇത് നിന്റെ അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ. അവളെ വീട്ടിലെ മോട്ടർ കംപ്ലൈന്റ് ആയിട്ട് കുറെ ദിവസമായി. ഞാനാണെങ്കിൽ പറഞ്ഞും പോയി ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ വാങ്ങി തരാന്ന്. എന്റെ പൈസ എവിടെയുള്ളത്? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാരെ സഹായിക്കരുത്, അവർക്കൊന്നും കൊടുക്കരുത് എന്നൊക്കെ നിന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിനക്ക് എന്താ അവളൊന്നും സഹായിച്ചാല്? അത്രയ്ക്ക് അർജന്റ് ആണെങ്കിലേ ഞാൻ കഴിഞ്ഞ ആഴ്ച അമ്മേന്റെ പൈസ തന്നില്ലേ, അതങ്ങനെ എടുത്തിട്ട് കൊടുത്താൽ പോരെ? എപ്പോഴും ഇങ്ങനെ പെങ്ങളുടെ കാര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? എനിക്ക് തന്നെ അറിയുള്ളൂ എന്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ നോക്കുന്നതെന്ന്. അമ്മയ്ക്ക് വല്ലതും അറിയോ? ഓ, അപ്പൊ നീ ഇത്രയും കണക്ക് വെച്ചിട്ടാണോ എനിക്കൊരു 10,000 രൂപ തന്നത്? അത് 2 ദിവസം കൊണ്ട് ചെലവായി പോയില്ല, അത്രയല്ലേ ഉള്ളൂ. 9,500 രൂപ 2-3 ദിവസം കൊണ്ട് എന്റെ കയ്യിൽ ചെലവായി പല പല കാര്യങ്ങൾക്ക്. പിന്നെ 500 കയ്യിലുള്ളത്. അതും കൊണ്ട് ഇനി ഈ മാസം മുഴുവൻ എനിക്കറിയില്ല എങ്ങനെ ഓടിക്കുന്നുള്ളത്. ഞാൻ അവൾക്ക് ഇതൊന്നും എടുത്ത് കൊടുക്കാനാ? പിന്നെ എനിക്ക് നിന്നോട് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? നിന്റെ ഇങ്ങനെ അങ്ങോട്ട് വീർക്കൂലേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് നീ എത്ര നല്ലതായിരുന്നു, കുടുംബം നല്ല പൊന്നു പോലെ നോക്കിയതാ. കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ മോൻ ആകെ മാറിപ്പോയി. ഒരു പെണ്ണ് വന്ന് കേറിയതോടുകൂടി നശിച്ചു ഈ കുടുംബം. കുടുംബം നോക്കാണ്ടായി നീ. നിന്റെ പെങ്ങളെ സഹായിക്കാൻ പോലും നിനക്ക് മനസ്സ് വരുന്നില്ല. വെറും ഒരു 10,000 അല്ലേ ചോദിച്ചുള്ളൂ, അത് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവക്കൊരു ഉപകാരമായില്ലേ? അവള് വെള്ളം വലിച്ചോട്ടെ, 10-18 അടി താഴ്ചയുള്ള കിണറാ. കുട്ടികളെയും വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വലിച്ച് 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 അവൾ അവിടുന്ന് കഷ്ടപ്പെടട്ടെ. അവളെ കൈയും കാലും ഒക്കെ വേദനയായിട്ട് കിടപ്പിലാകട്ടെ. നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? കല്യാണം കഴിയുന്നതിന് മുമ്പ് പെങ്ങളെന്ന് പറഞ്ഞ ജീവനായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി പെങ്ങന്മാരോടുള്ള എല്ലാ സ്നേഹവും പോയി. എന്റെ മോൾ അവിടെ കിടന്ന് അനുഭവിച്ചോട്ടെ, നിനക്കിപ്പോ എന്താ? അമ്മ ഏട്ടൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാ. എന്തേ തരില്ലേ? എപ്പോഴും ചോദിക്കുമ്പോ തന്നിട്ടല്ലേ ഉള്ളൂ. ഓ, ഇപ്പൊ നീയാണല്ലോ ഇവിടുത്തെ ഭരണാധികാരി. അത് ഞാൻ ആലോചിച്ചില്ല. കല്യാണത്തിന് മുമ്പ് പെങ്ങന്മാരെന്ന് പറഞ്ഞ ജീവനായിരുന്നു എന്റെ മോൻ, അത് നിനക്കറിയോ? ഒരു ദിവസം ജോലിക്ക് പോകുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ മോള് ജോലിക്ക് പോണ സമയത്തെ ബസ് കിട്ടിയില്ല. 1 കിലോമീറ്റർ എന്റെ കുട്ടി നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് വേണ്ടി, ദൂരെയുള്ള. എന്റെ മോന് മനസ്സ് സഹിക്കാണ്ട് അന്ന് വൈകുന്നേരം തന്നെ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. അങ്ങനെയുള്ള ഒരുത്തനാണ് ഇത് മോട്ടോർ വാങ്ങിക്കൊടുക്കാൻ മടി കാണിക്കുന്നത്. തലയണ മന്ത്രം, തലയണ മന്ത്രം, അല്ലാണ്ട് ഒന്നും എനിക്ക് പറയാനില്ല. അമ്മ അവളൊന്നും പറഞ്ഞു തന്നിട്ടല്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ അറിയില്ലേ? അമ്മയെന്താ എന്നെ മനസ്സിലാക്കാത്തത്? 10,000 എന്ന് പറഞ്ഞാലേ ചെറിയൊരു പൈസ അല്ല, അത് വലിയ എമൗണ്ട് തന്നെയാണ്. അയ്യോ, എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. 10,000 രൂപ ഇത്രയും ശമ്പളമുള്ള ഒരുത്തിന് വലിയ സംഖ്യ. എനിക്കെന്നെ തികയുന്നില്ല. തരുമ്പോഴത്തേക്കും അപ്പൊ തന്നെ തീരണുണ്ട്. എടാ, നീ വിചാരിച്ച നിനക്കൊരു തുച്ഛമായ ഒരു സംഖ്യയല്ലേ അത്? നീ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ കയ്യിൽ ഇല്ല ഇല്ല എന്ന് പറയുന്നത്? ഒരു സഹായം ഒന്ന് ചെയ്യടാ. അമ്മ അധ്വാനിക്കുന്നവനെ അതിന്റെ വിഷമം മനസ്സിലാവും. ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ആരും വെറുതെ കൊണ്ട് തരുമൊന്നുമില്ല, കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അത് ശരിയാ, വെറുതെ കിട്ടുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒന്നും വില അറിയില്ല. അമ്മയ്ക്ക് 10,000 കിട്ടിയ ഒന്നുമില്ല, അതുകൊണ്ടാണല്ലോ പറയുന്നത്. ഇഷ്ടംപോലെ ശമ്പളമൊന്നും ഏട്ടനില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാ ഓരോന്നും ചെയ്തു പോകുന്നത്. അതിന്റെ ഇടയ്ക്കാ. അയ്യോ, നിന്റെ കെട്ടിയവന്റെ പൈസയൊന്നും ഞാനും എന്റെ പെൺമക്കൾ അടിച്ചെടുക്കുന്നില്ലേ? ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്തിനാ എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് തന്നെന്ന്. എന്തെങ്കിലും ഗതി ഉണ്ടെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും, അല്ലെ 2 സെന്റ് സ്ഥലം ഞാൻ നിന്റെ കെട്ടിയവനെ അധികമായിട്ട് അളന്നു കൊടുക്കും, പോരെ ഈ വാങ്ങിയ പൈസക്ക്? അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഏട്ടൻ തന്നെയല്ലേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ഒരാളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതിനൊരു പരിധിയില്ലേ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വേണ്ടിട്ട് എത്ര വർഷമായി? 8 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ എനിക്ക് എന്റെ മോനെ അറിയാം. അതുകൊണ്ട് നീ അധികം എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എന്തായാലും നീ നിന്റെ കുടുംബക്കാരും കൂടിയിട്ടേ എന്റെ മോന്റെ ഊറ്റുന്ന പൈസന്റെ പകുതി പോലും ഞാൻ എന്റെ മോന്റെ വാങ്ങുന്നില്ല. എടി, ഇത് ഞാനും അമ്മയും തമ്മിലുള്ള കാര്യല്ലേ? അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. നീ ഒന്ന് മിണ്ടാണ്ടിക്ക്, ഒന്ന് പോയിക്കോ ഇവിടുന്ന്. എന്തൊരവസ്ഥയാടാ നിന്റെ. കഷ്ടം. ഇവളാണല്ലോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്.
ഭാര്യനെ പേടിച്ചിട്ട് അവള് പറയുന്നതിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേട്. അമ്മ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ആരുമില്ലല്ലോ. ഇനിയിപ്പോ ഒരു 10,000 രൂപേന്റെ കേസും കൂടെ ഉള്ളൂ, അത് ഞാൻ എവിടുന്നേലും ഒപ്പിച്ചുതരാം. മോക്ക് മോട്ടർ വാങ്ങിക്കൊടുക്ക്. ഇത് നേരത്തെ അവന് പറഞ്ഞാ പോരെ, അവന്റെ മനസ്സിലുണ്ട് സഹായിക്കണം. എടി, നിനക്കൊന്നും മിണ്ടാണ്ട് നിന്നൂടായിരുന്നോ? അമ്മയെ കുറിച്ച് നന്നായിട്ട് അറിയുന്നില്ല നിനക്ക്. പിന്നെ വെറുതെ അവിടെ നിന്നിട്ട് സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അമ്മയെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. എത്രയെന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുക, ഒരു പരിധിയില്ലേ മനുഷ്യന്. അന്ന് മോള് മരുന്ന് വാങ്ങാൻ ഒരു 250 രൂപ കൊടുത്തു എന്ന് പറഞ്ഞത് 25,000 കണക്കും പറഞ്ഞോണ്ടാ വന്നത്. എന്നിട്ട് 1000 രൂപ കയ്യോടെ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കൊടുപ്പിച്ചില്ലേ മോക്ക് അത്രയും പൈസ ചെലവായെന്ന് പറഞ്ഞിട്ട്. ഇത് 10,000 മോൻ കൊടുത്തിട്ടും അതിനൊന്നും ഒരു വിലയില്ല. ഇനിയും കൊണ്ടുവന്നു എവിടെ നിന്ന് എടുത്തു കൊടുക്കും? എന്റെ കുടുംബത്തിലെ കാര്യങ്ങളിൽ തൽക്കാലം നീ ഇടപെടാൻ നിൽക്കണ്ട. നീ എന്നെ മനസ്സിലാക്കണ്ടല്ലോ, അത് മതി എനിക്ക്. വേറെ ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ. നീ അവിടെ ഒന്ന് സംസാരിച്ചപ്പോഴേ അമ്മ എന്താ പറഞ്ഞതെന്നറിയോ? നീയാണ് ഈ കുടുംബം ഭരിക്കുന്നത്, ഞാനിങ്ങനെ പേടിച്ച് മിണ്ടാണ്ട് നടക്കുകയാണ്. അതും കൂടെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റില്ല. ഒന്ന് വായ തുറന്നൊന്ന് സംസാരിച്ച പ്രശ്നം. മോളെ, അമ്മ സാരി കണ്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കയ്യോടെ വാങ്ങിയത് നന്നായി. അങ്ങനെ തന്നെയാ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് എവിടേക്കെങ്കിലും പോകുമ്പോ കാണുമ്പോഴേ അതങ്ങ് വാങ്ങി വെക്കണം. പിന്നെ മോട്ടർ എപ്പോഴാ ഫിറ്റ് ചെയ്യാ? എത്ര രൂപന്റെ മോട്ടറാണ് അവള് വാങ്ങിയത്? 7,500 രൂപ മോട്ടറിനായിന്ന്. പിന്നെ അവള് വരുന്ന വഴിക്ക് 2,000 രൂപന്റെ ഒരു സാരിയും വാങ്ങി. ഒരു ഷോപ്പിൽ കണ്ടപ്പോഴേ എന്നോട് വിളിച്ചു ചോദിച്ചു എടുക്കട്ടെ, ഞാൻ പറഞ്ഞ എടുത്തോന്ന്. അത് നന്നായി. പിന്നെ ബാക്കി 500 രൂപയല്ലേ ഉള്ളൂ. ചെക്കൻ എന്തോ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിക്കൊടുത്തു. 10,000 രൂപ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അത് ശരിയാ, ചെലവാക്കാൻ എളുപ്പാ, ഉണ്ടാക്കാനല്ലേ പാട്. ഉണ്ടാക്കുന്നത് പിന്നെ എന്തിനാ? ആവശ്യങ്ങൾക്ക് ചെലവാക്കാനല്ലേ. ഇപ്പൊ അവക്ക് എത്ര സമാധാനമായി, നിനക്ക് എത്ര സമാധാനം കിട്ടി? പെങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു ബോധം മനസ്സിന് വന്നില്ലേ? പറയെ ചെലവാക്കിയത് ചെറിയൊരു പൈസ, അത്രേ ഉള്ളൂ. ബന്ധങ്ങൾ അവിടെ നിന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പൈസ കൊടുത്താൽ മാത്രമേ ബന്ധങ്ങൾ നിൽക്കുള്ളൂ? ഇതിപ്പോ ഞാൻ കൊടുക്കാണ്ടിരുന്നെങ്കിൽ ആ ബന്ധം അതോടെ തീർന്നല്ലേ? നീ അതിന് 1,00,000 ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ആകെ 10,000 ഉലുവയല്ലേ കൊടുത്തിട്ടുള്ളൂ. അമ്മയ്ക്ക് ആ പൈസക്ക് ഉലുവയായിട്ട് തന്നെ തോന്നുള്ളൂ, മെനക്കെടാണ്ട് കിട്ടുന്നതല്ലേ. ഓ, വലിയ കാര്യായി. നീ ഇപ്പൊ അതൊക്കെ വിട്. ഈ സാരി നോക്ക്, എന്താ നോക്ക്. 2,000 രൂപ കൊടുത്തെടുത്താന്നൊന്നും പറയില്ല. കണ്ടൊരു 5,000 കൊടുത്തു പോലില്ലേ? രസല്ലേ? നന്നായിട്ടുണ്ട്. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്താ പറഞ്ഞത്? നിന്റെ ഭർത്താവിന്റെ കയ്യില് പൈസ ഇല്ലാന്ന് അല്ലേ? എന്റെ മോനെ, എന്റെ മോക്ക് 10,000 രൂപയും കൊടുത്തു. അതുകൊണ്ട് അവളൊരു മോട്ടറും വാങ്ങി, ഒരു സാരിയും വാങ്ങി, കുട്ടിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുത്തു. ഇതാണ് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം. അത് നിങ്ങളൊന്നും തകർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തകരണതാണ്. എന്തായാലും നീ ആ സാരി കണ്ടിട്ട് പോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് പറ. എന്താടാ അത്രയ്ക്ക് അഹങ്കാരം? ഞാൻ അവളോട് ഇത്രയും സംസാരിച്ചിട്ട് ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് പോകുന്നു. അത്രയ്ക്കുണ്ട് നമുക്ക് തരുന്ന വില അല്ല. കാണിച്ചോട്ടെ അഹങ്കാരം. അവളെ കെട്ടിയോ വലിയ സംഭവമല്ലേ. നമ്മളൊക്കെ നിന്നെ ആശ്രയിച്ചാണല്ലോ കഴിയുന്നത്. അപ്പൊ അഹങ്കരിക്കണം. ഒന്നും മിണ്ടരുത്, മിണ്ടാണ്ട് ഇങ്ങനെ നടക്കണം. ഓ, ഇതിപ്പോ അവള് മിണ്ടാണ്ട് പോയതായ കുഴപ്പം? അയ്യോ, മിണ്ടണ്ട. അവള് നിന്റെ ഭാര്യയല്ലേ, നീയാണല്ലോ കുടുംബം നോക്കുന്നത്. അപ്പൊ അഹങ്കരിക്കണം, അഹങ്കരിച്ചേ പറ്റൂ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തലക്കനം എന്ന് പറയും, തലക്കനം. അവർക്ക് എന്നോട് മിണ്ടാൻ വയ്യ. അഹങ്കാരം മൂത്തിട്ട് വായ തുറക്കാൻ പറ്റുന്നില്ല. എടി, അമ്മ ചോദിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തിട്ട് വന്നോടായിരുന്നോ? ഇതിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങോട്ട് വരികയാണോ? ഞാൻ എന്തിനു മറുപടി പറയണം? എന്നിട്ട് വേണം അതിന്റെ പേരിൽ പുതിയ പ്രശ്നം തുടങ്ങാൻ.
നിങ്ങളുടെ കുടുംബകാര്യത്തിൽ എന്നോട് ഇടപെടണമെന്നല്ലേ പറഞ്ഞു. ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പോരെ? ഓ, നീ സംസാരിക്കുന്നു പറയുമ്പോഴത്തേക്കും വന്ന് അങ്ങോട്ട് സംസാരിക്കും. ഭയങ്കര സ്നേഹമുള്ള ഭാര്യ. നിന്നെ 5 പൈസന്റെ വിലയില്ലടാ. കേട്ടല്ലോ, അതും കൂടെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ഒരുത്തിനിവിടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ നോക്ക്. അവളാണെങ്കിൽ അത് കൂട്ടിക്കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്ന അപ്പം മുതൽ ശ്രദ്ധിക്കുകയാണല്ലോ. 24 മണിക്കൂർ നമുക്ക് പണിയാ. അടിക്കലും തുടയ്ക്കലും വാരലും തുണിയലക്കലൊക്കെ ആയിട്ട്. എന്നെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട കേട്ടോ. എന്താ അമ്മ എങ്ങനെ പറയുന്നേ? അമ്മയെ കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഈ ടെറസൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണമെന്ന്. ഒന്നാമത് നല്ല മഴ പെയ്തല്ലേ, ഇല മുഴുവൻ വീണെടുക്ക. എന്നാ പിന്നെ നിനക്ക് ഈ പണിയൊക്കെ അവനോട് ചെയ്യിപ്പിച്ചൂടായിരുന്നോ? ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ പതിവുകളൊന്നും തെറ്റിക്കൊന്നും വേണ്ട. കല്യാണത്തിന് മുമ്പേ എനിക്ക് ഒരു പണി അവൻ ചെയ്തു തരില്ലായിരുന്നു. ഇപ്പൊ നിനക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണേ ഉണ്ടായിക്കോട്ടെ. താഴെ നിൽക്കുന്നുണ്ട്, ഞാൻ വിളിക്കട്ടെ? അങ്ങനെയൊന്നും അല്ലമ്മേ. എനിക്ക് വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഏട്ടൻ സഹായിച്ചു തരാറുണ്ട്. അല്ലാണ്ട് മുഴുവൻ പണി ഞാൻ ഏട്ടനെ കൊണ്ടൊന്നല്ല ചെയ്യിപ്പിക്കുന്നത്. ഏട്ടന് ജോലിക്ക് പോണ്ടേ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ അമ്മായിമ്മയാന്ന് വിചാരിച്ചിട്ടേ നാണക്കേടൊന്നും വിചാരിക്കണ്ട. ചെയ്യിപ്പിച്ചോന്നേ ഞാൻ പറയും. സാധാരണ അവൻ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ അടുക്കള പണിയും വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. നോണ പറഞ്ഞ് കഷ്ടപ്പെടുന്നു വേണ്ട. ശരി, നടക്കട്ടെ. എന്നാ പിന്നെ 2 ദിവസം നീ ഒരു പണിയും ചെയ്യാണ്ട് നിൽക്ക്. അതുപോലെ പ്രശ്നം തീരാൻ. ഞാൻ ഒരു പണിയും ചെയ്യണമെന്ന് നിങ്ങൾ വന്ന് ചെയ്യോ? എന്നാ പിന്നെ ഇന്ന് മുതലേ ഞാൻ അടിച്ചു വാരില്ല, തുടയ്ക്കുന്നില്ല, പാത്രം കഴുകുന്നില്ല, തുണി അലക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യും. പറ്റുമോ? ആ, എന്നിട്ട് വേണം അമ്മയ്ക്ക് പറയാൻ ഞാൻ പെൺകോന്നനാണ്, നീ പറയുന്ന പണി ഇങ്ങനെ എടുത്ത് നടക്കുകയാണ്. അല്ലെ തന്നെ ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അമ്മ പിറുവിറുത്തോണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇതും കൂടെ കേൾപ്പിച്ചാലേ നിനക്ക് സമാധാനമുള്ളൂ. എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടി പറ. പണി എടുത്താലും പ്രശ്നം, പണി എടുത്തില്ലെങ്കിലും പ്രശ്നം. ഇനിയിപ്പോ ചായ ഉണ്ടാക്കാനുണ്ട്. എനിക്ക് അടുക്കളയിൽ കയറാൻ തന്നെ പേടിയാ. അമ്മ പറയും ഞാൻ അമ്മനെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. മനുഷ്യൻ ഓരോന്ന് ആലോചിച്ച് തലവേദന വരുന്നു. എന്തെങ്കിലും ചെയ്, ഞാൻ പോയി കിടക്കാൻ പോവാ. ഓ, ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാ കാര്യത്തിലും ഇങ്ങനെ വെറുതെ ഇടപെട്ടോണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇവക്ക് എന്തിന്റെ കേടാ? അമ്മ കാണാണ്ട് പണിയെടുത്താ പോരെ? മനുഷ്യന്മാരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇവർക്കെന്താ ചായയൊന്നും വേണ്ടേ? എന്താ മോനെ ഇത്? സമയം 5 മണി കഴിഞ്ഞു, ചായ ഉണ്ടാക്കിയിട്ടില്ല. അവളും ഇല്ല അടുക്കളയില്. ഇവിടെ എങ്ങനെയാ, നീയാണോ ഉണ്ടാക്കല് അതോ ഞാൻ പോയി ഉണ്ടാക്കണോന്ന്? എന്റെ അമ്മ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും ചായ ഉണ്ടാക്കാം. എനിക്കും ഉണ്ടാക്കാം, അമ്മയ്ക്കും ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവക്കും ഉണ്ടാക്കാം. അവളിപ്പോ തലവേദനയായിട്ട് ചെന്ന് കിടക്കുക. അയ്യോ, എന്റെ മോൻ തന്നെയാണോ ഈ പറയുന്നത്? കല്യാണത്തിന് മുമ്പ് ഞാൻ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ എല്ലാ പണിയും ഇവിടെ എടുപ്പിക്കുന്നുണ്ടാവില്ലേ? സാരൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൺപിള്ളേര് വീട്ടിലെ പണി മുഴുവൻ എടുക്കും, പെൺപിള്ളേര് അങ്ങനെ മിണ്ടാതെ എവിടെയെങ്കിലും പോയിരിക്കും. ഇവർക്ക് നല്ല മടിയുണ്ടല്ലോ. കറക്റ്റ് ചായന്റെ സമയത്ത് ഇതാ തലവേദനയാന്നും പറഞ്ഞ് പോയി കിടന്നുറങ്ങുന്നു. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു ചായ അല്ലേ? ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ ഇവിടെ ചെന്നിരുന്നോ. അയ്യോ വേണ്ട മോനെ, ഞാൻ വരുമ്പോഴല്ലേ നിനക്ക് കുറച്ചെങ്കിലും ഒരു റെസ്റ്റ് ഒക്കെ കിട്ടുന്നത്. നീ അവിടെ ഇരുന്നോ, ഞാൻ പോയി ചായ ഉണ്ടാക്കാം. ഇനിയിപ്പോ തലവേദന ഒന്ന് അഭിനയിച്ച് കിടക്കണ്ടെന്ന് പറയേ. വന്ന് ചായ കുടിക്കാൻ പറ, ഞാൻ കയറട്ടെ അടുക്കളയില്. നമുക്കൊക്കെ ചായ കുടിച്ചില്ലെങ്കിലാണ് തലവേദന വരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ചായ ഉണ്ടാക്കാൻ പറയണതിന് മുമ്പേ തുടങ്ങും അങ്ങ് തലവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ. അമ്മയ്ക്ക് ഇത് എന്തിന്റെ പ്രശ്നാ? എനിക്ക് തലവേദനയായിട്ട് കിടന്നു തന്നെയാ, അല്ലാതെ ഞാൻ നാടകം അഭിനയിച്ച് കിടന്നൊന്നും അല്ല. അത് കഴിഞ്ഞില്ലേ? തൽക്കാലം നീ മിണ്ടാണ്ടിരിക്കും. ഇനിയിപ്പോ അതും കുത്തിപ്പൊക്കി വേറെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്നിട്ട് ഞാൻ മിണ്ടാതെ നിന്നിട്ട് എന്താ കാര്യമുള്ളത്? പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ? മിണ്ടാതിരുന്നാ പറയും എനിക്ക് അഹങ്കാരം കൊണ്ട് മിണ്ടാത്താണ്. മിണ്ടിയാ പറയും ഞാൻ ധിക്കാരിയാണ്, വായാടിയാണെന്ന്. പണിയെടുത്ത അമ്മയെ കാണിക്കാനുള്ള പണിയെടുത്തത്. വയാട് കിടന്നിട്ടുണ്ടെങ്കിൽ അത് അഭിനയം. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു. നീ കേൾക്കുന്നില്ല ഇതെന്തൊക്കെയാ നിന്റെ മുമ്പിൽ വിളിച്ചു പറയണെന്ന്? എന്റെ മോൻ എത്ര പാവാ. ആ പാവം ചക്കൻ ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണല്ലോ കിട്ടിയത്. ഞാൻ വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, അതാ.
സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന കുടുംബ. ആ കുടുംബത്തിൽ ഇപ്പൊ സന്തോഷവും പോയി, മനസമാധാനവും പോയി, എല്ലാം പോയി. പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടമ്മേ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഞാനാ. ഞാൻ വന്ന ശേഷമാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വരെ ഒരു കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി മനസ്സിലാക്കി തന്നല്ലോ. കുടുംബം കലക്കാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പോരെ? അമ്മ ഇവിടെ നിന്നോ, എന്നിട്ട് സമാധാനത്തോടെ ചെയ്യും. അമ്മ എന്നാണോ ഇവിടുന്ന് പോകുന്നത് അന്ന് ഞാൻ വരാം. അതേ നടക്കും. അഹങ്കാരി. അമ്മ നമ്മുടെ ആ പുഴവക്കത്തുള്ള രമണി ചേച്ചിന്റെ മോളില്ലേ പ്രിയ, അവളെ കല്യാണം കഴിഞ്ഞു? ഇല്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ കഴിയാനാ? ആ കിഴവനുണ്ട് കുടിച്ചു കുടിച്ച് നടക്കുന്നു. പിന്നെ പെണ്ണിനെ ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കാൻ നിൽക്കും? അതിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഞാൻ ഇവളെ ഒഴിവാക്കിയിട്ട് അവളെ കെട്ടിയാലോ? അമ്മയ്ക്ക് സമാധാനാവോ? നീ എന്താണ് ഈ പറയുന്നത്? ഒന്നിന് തന്നെ കല്യാണം കഴിച്ചൊരു കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റ പാടെ എനിക്കേ അറിയൂ. ഞാൻ അടുത്തതിനും കൂടി കൊണ്ടുവരാനാ? അത് എങ്ങനത്തെ സ്വഭാവം? ഏത് വന്നാലും ഞാൻ അനുഭവിക്കണേ, ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? എന്റെ കഷ്ടകാലം. നീ തലവേദനയാണെങ്കിൽ കിടന്നോട്ടോ, ചായ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ഇതാ പറയുന്നത്, നമ്മൾ ആണുങ്ങൾക്ക് ഒരിക്കലും മനസമാധാനം കിട്ടില്ല. കിട്ടാൻ ഇവർ സമ്മതിക്കില്ല.